യെസ്, സമയമായി. അങ്ങനെ നാട്ടിലോട്ട് പോകാനുള്ള സമയമായി. അവസാനം ഞാൻ വിയറ്റ്നാമിൽ നിന്ന് ഇതാണ് കേട്ടോ എന്റെ ഹോസ്റ്റേ. താങ്ക് യു കേട്ടോ. താങ്ക് യു മമ്മി. Time to go. Huh? Time to go. Otherwise, I will lose my flight. Yeah. Hello, Mummy. Thank you for hosting me, Mummy. I will see you, Mummy, next time. Okay. Mummy, I'm happy to see you and nice story. Yeah. My travel story. Thank you so much. Okay. Thank you. Come to Kerala, Habibi. Come to Kerala. Yeah, Kerala. Okay. And I want to say, come on. Namaste. Oh, but in Kerala we say namaskaram. Yes, perfect. Namaskaram. Here you go. Again, thank you so much, okay? It was so nice and yeah. Habibi. അവനെ ഞാൻ രാവിലെ വിളിച്ചുണർത്തി. ഇവനെ ഞാൻ ബസ്സിൽ മെനിയാന്ന് പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ടാണ്. ഇവനാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്, ഇവിടുത്തെ ഹോച്ചിമിൻ ഫ്രണ്ട്. Are you walking or you going somewhere? Or Oh, just take it. you sure? No, let me see. അവൻ എനിക്ക് ഗിഫ്റ്റ് തരുവാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എന്തോ ഒരു ചൈനീസ് ഗിഫ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് ചൂസ് ചെയ്ത് തന്നാണ് കറി. Anything, yeah. Maybe let me go with this one. Okay. Yeah. ഇവിടെ പിന്നെ നമുക്ക് ബൊഫെ ടൈപ്പ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എന്തോ ഭക്ഷണം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇതെല്ലാം വീഗനാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ നൂഡിൽസ്, 4 നൂഡിൽസും പിന്നെ നമ്മുടെ കുറച്ച് വെജിറ്റബിളും. ഇത് വീഗനാണ് കേട്ടോ. വീഗൻ ഭക്ഷണമാണ്. മഷ്റൂമും ഇവിടെ വേണ്ട അവൻ മിക്സഡ് ആയിട്ടുള്ള ചോറും ഇതൊക്കെ കഴിക്കുക. No hug for me. What? No hug for me. I'm introvert guy. You're introvert? Okay, man. Thank you. Okay. See you. Shuli, see you in China. Take care, okay? Keep in touch with me. You have my number. അങ്ങനെ ഷൂലിയ ഇവിടെ പറഞ്ഞു ഞാൻ ബസ് കയറിയിട്ട് ഞാൻ അടുത്ത ബസ് എടുത്ത് എയർപോർട്ടിലോട്ട് പോകണം. ഞാൻ ബസ്സിൽ കയറി 5000 രൂപ ബാഗിന് വരെ ടിക്കറ്റ് എടുത്തു. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ ചില്ലറ വയ്ക്കുകയാണ് കേട്ടോ. 1000 രൂപയുടെ ചെറിയ പാവം നമ്മുടെ പുറകിലുള്ള പുള്ളിക്കാരി എനിക്ക് വേണ്ടി കുറേ ലോക്കൽ കറൻസി തന്നോട്ടോ. ഞാൻ ബസ്സുകാരൻ്റെ അടുത്ത് ചേഞ്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് എന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പൈസ ഒന്നും വാങ്ങുന്നില്ല. എനിക്ക് ഫ്രീ എന്ന് പറഞ്ഞ് തരുവാണ്. താങ്ക് യു സോ മച്ച്. Good morning. What is your name? What is your name? My name is Am. This dirham. Dubai. No. It's my gift. This is gift. This is not money. This is gift. It's collection. Your gift collection. This is United Arab Emirates, Dubai, Abu Dhabi. Yeah. നമ്മൾ ഒറ്റയടിക്ക് എയർപോർട്ട് എത്തി കേട്ടോ. വളരെ ഈസി. വെറും ഞാൻ കൊടുത്ത പൈസ എത്രയാ സോറി 10,000. ബാഗിന് കൂടെ കൂട്ടി 10,000. 32 രൂപയാണ് കേട്ടോ. വെറും ചീപ്പ്. വിയറ്റ്നാം വരുന്നവർ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുക. ഗൂഗിൾ മാപ്പിൽ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്ത് പോകാനുള്ള ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നോക്കി നിങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം മതി. അത് അത്യാവശ്യമല്ല, ആവശ്യം കറക്റ്റ് ആക്യുറേറ്റ് ആണ്. ഓ മൈ ഗോഡ്. താങ്ക് യു. പുള്ളിക്കാരൻ കേട്ടോലും ഇല്ല എൻ്റെ താങ്ക് യു. ഇത് നമ്മുടെ എമ്മിക്കുട്ടി എനിക്ക് തന്ന എൻ്റെ പുതിയ ബാഗ്. നെക്സ്റ്റ് ട്രിപ്പ് മുതൽ ഞാൻ ഈ ബാഗ് ഉപയോഗിക്കുന്നതായിരിക്കും. ഓസ്പ്രിങ്. ഇത് ആക്ച്വലി എത്ര രൂപ ഉണ്ടെന്നോ നിങ്ങൾ ഗസ് ചെയ്യും. ഞാൻ പറയാൻ വേണ്ടി ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് എടുക്കും. അതിന് മുമ്പ് നിങ്ങൾ ഗസ് ചെയ്യും എത്ര രൂപ ഉണ്ടെന്ന്. നിങ്ങൾ ഗസ് ചെയ്താണൂലേ? ഞാനിനി പറയട്ടെ. 25,000 രൂപയുടെ ബാഗാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. 25,000 രൂപയുടെ ബാഗ് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എമ്മിക്കുട്ടിയെ മിസ് ചെയ്യുന്ന കേട്ടോ. പാവം എൻ്റെ ഇവിടെ വിയറ്റ്നാമിൽ എമ്മിക്കുട്ടി ഉണ്ടാവേണ്ടതാണ്. ഇവിടെ കുഴപ്പമില്ല, നമ്മൾ കാണും കേട്ടോ. ഒരു ദിവസം എമ്മിക്കുട്ടിയുടെ അമ്മയെ പോയി സർപ്രൈസ് ചെയ്യണം. നമ്മുടെ മൗറിറ്റാനിയയിൽ വന്ന എമ്മിക്കുട്ടിയുടെ അമ്മയാണ്. നമ്മുടെ എയർപോർട്ട് കണ്ടില്ലേ? ചെറിയൊരു മണക്കൂസ് എയർപോർട്ടാണ് കേട്ടോ. കുഞ്ഞ് എയർപോർട്ടാണ്. ഞാൻ നമ്മുടെ ഡിപ്പാർച്ചർ ഭാഗത്തോട്ട് പോവാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ അറൈവൽ ഭാഗമാണ്.
ഈ കാണുന്നതാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റ്. നമ്മുടെ മുകളിലെ 2nd ഫ്ലോർ ആയിരുന്നു. ഇവിടെ കുറച്ച് ഭക്ഷണശാലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ലഗേജ് സാധനമുണ്ട്. 7 കിലോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, പക്ഷേ 15 കിലോയ്ക്ക് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് ചെക്കിംഗ് കൗണ്ടറിൽ പോകും. ചെക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും കുറേ പൈസ കൊടുക്കണം. ദയവേത് ആൾക്കാർ പറയില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുതെന്ന്. അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളവരെ പറ്റിക്കുന്നതാണ്. പക്ഷേ സോറി, എനിക്ക് പറ്റിക്കാനേ നിർവാഹമുള്ളൂ കേട്ടോ, വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിലോട്ട് പോട്ടെ. നമ്മുടെ തായ്പേയിലോട്ടൊക്കെ ധാരാളം ഫ്ലൈറ്റ് കിടക്കുന്നു. നമ്മുടെ എക്കാസുവിൻ്റെ നാട്, തായ്വാൻ്റെ ക്യാപിറ്റൽ. നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചെക്കിംഗ് കൗണ്ടർ. എൻ്റെ ബാഗ് കണ്ടില്ലേ? ബാഗിലൊന്നുമില്ല കേട്ടോ. ഞാനോടുള്ള സാധനം എല്ലാം പറക്കി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഒരു സായിപ്പ് ഒരു പയ്യനെ കണ്ടു. ഒരു യൂറോപ്യനാണെന്ന് തോന്നുന്നു, യൂറോപ്യനോ ഒരു അമേരിക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ബാഗിൽ ഇപ്പോൾ ഒരു വെയിറ്റ് ഇല്ല. സക്സസ്ഫുള്ളി നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിൽ എല്ലാം കംപ്ലീറ്റ് ആയി. അവരപ്പം തന്നെ ബോർഡിംഗ് പാസ് തന്നു. മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതർവൈസ് വി ഹാവ് ടു പേ. നമ്മൾ പൈസ അടച്ചിട്ടാണെങ്കിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാം. അല്ലാത്ത ഫ്രീ ആയിട്ടുള്ള സീറ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് അത് അസൈൻ ചെയ്ത് വരുന്നതെന്ന്. ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാനിനി എന്തായാലും നമ്മുടെ എമിഗ്രേഷൻ ഭാഗത്തോട്ട് ഞാനിനി പോവാണ്. നമ്മുടെ എമിഗ്രേഷൻ സെക്യൂരിറ്റി കൗണ്ടറിലോട്ടാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരിക്കലും ഇതുപോലെ ലൈറ്ററും സംഭവങ്ങളൊന്നും കൊണ്ടുപോകരുത് കേട്ടോ. ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ പോകും കുറേ സാധനങ്ങൾ. പിന്നെ ഏതാണ്ട് ഇതുപോലത്തെ ഇതൊക്കെ നമ്മുടെ ചെക്കിനിൽ നമ്മൾ ലഗേജിൽ കൊടുക്കാം, പക്ഷേ കയ്യിൽ കൊണ്ടുപോകുന്ന ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ സാധാരണ നമ്മുടെ 100 ml കൂടുതലുള്ള ഇതുപോലത്തുള്ള ഷാമ്പൂ ജെല്ലോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിവിടുത്തെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടാണ്. ടേക്കർ പാത്തിയ ഈ സാധനം ആക്ച്വലി എനിക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ നല്ല എക്സ്പെൻസീവ്. ഇവിടെ കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിനുള്ള ഒരു ബാമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ലോങ് ലീവ് റെവല്യൂഷൻ, അതിൻ്റെ ഒരു ബാങ്ങാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാം. ഞാനങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ബോർഡിംഗ് ഗേറ്റിൽ നമുക്കിവിടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ മലേഷ്യൻ എയർലൈനാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് നല്ല അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഞാൻ നമ്മുടെ DJ ഉണ്ടല്ലോ, DJ വാങ്ങിച്ചതിൻ്റെ ഞാൻ ഒരു ഗുണം കാണിച്ചു തരാം. DJ അഡ്വഞ്ചർ കിറ്റ് വാങ്ങിച്ചിട്ട് ഒരു ഗുണം കാണിച്ചു തരാം. ഇവിടെ ചാർജർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അതിൻ്റെ ഇത് ഉപകാരപ്പെട്ടു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ. ചാർജ് ഇല്ലാത്തപ്പം എൻ്റെ കയ്യിൽ 2 പവർ ബാങ്ക് ഉണ്ട്. വീട്ടിൽ 2 എണ്ണം കിടപ്പുണ്ട്, അത് കാണാനില്ല. ആരൊക്കെ വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയി തോന്നുന്നു. പിന്നെ ഇതാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ബാറ്ററിയാണ്. അതിൻ്റെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെൻ്റെ അല്ല സാധനം. ബാക്കിയുള്ള എൻ്റെ പൈസയിൽ നിന്ന് ഞാൻ മറ്റേ തൊപ്പി വാങ്ങണമായിരുന്നു, അത് നടന്നില്ല. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോയിട്ട് വേറെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു കേട്ടോ. പൈസ ഉണ്ട്, 850 രൂപ അടുപ്പിച്ചുണ്ട്. പക്ഷേ ഞാൻ നോക്കിയില്ല, എനിക്കത് വാങ്ങണം കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കാണിച്ചു തരാം. ഈ സാധനമാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് വാങ്ങൂല. നേരത്തെ ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ്റെ കടയിൽ പോയി വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ആക്ച്വലി ഒരു കമ്മ്യൂണിസ്റ്റ് ടീഷർട്ടും ഇവരുടെ വിയറ്റ്നാമീസ് തൊപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നാട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നത്. ഞാൻ അങ്ങനെ അധികം ഞാൻ മെറ്റീരിയലിസ്റ്റിക് അല്ല കേട്ടോ. എനിക്കങ്ങനെ അധികം ഡ്രസ്സുകൾ വാങ്ങുന്നത് എനിക്കെപ്പോഴും ഒന്നിടുന്നതാണ് എനിക്കിഷ്ടം. മനസ്സിലായില്ലേ? ഞാനങ്ങനെ ആളുകളെ ബോധർ ചെയ്യാൻ നോക്കില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ, മനസ്സിലായില്ലേ? എനിക്ക് ഭയങ്കര ഇങ്ങനെ എപ്പോഴും പല ട്രെൻഡുകൾ, എനിക്കങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. നോർമലായിട്ട് എന്തെങ്കിലും നമ്മൾ വസ്ത്രം ദേഹം മറയ്ക്കാൻ വേണ്ടി മാത്രം, ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ യെസ്, ഞാൻ ഹായ് I wanna buy this. Yes. But very sad, no discount. Very sad. ഞാനൊന്നും മനസ്സിലാവുന്നില്ല. ഈ സാധനമാണ് കേട്ടോ ഞാൻ വാങ്ങാൻ വേണ്ടിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ട്രൈ. ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇത് അഴുക്കാണല്ലോ പടച്ചവനെ. നോ ഗുഡ്. നല്ലത് കേട്ടോ, കറക്റ്റ് സമയമായപ്പോൾ. ഇതിൻ്റെ അകത്തും അങ്ങനെയാണോ? ഈ കാണുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഗുഡ്.
അടിപൊളിയായിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ കേട്ടോ. ഇത് വെച്ച് ഞാൻ നാട്ടിൽ പോകും. ഞാൻ പോകുന്നതെന്ന് പറയുമ്പം ഇവിടുന്ന് മലേഷ്യയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള കോലാലംപൂരിൽ നിന്ന് മറ്റൊരു എയർ ഏഷ്യ വിമാനത്തിൽ ട്രാൻസിറ്റ് വഴി ഞാൻ പോകുന്നത് കൊച്ചിനാണ്. കൊച്ചിയിൽ നിന്ന് പിന്നെ ഞാൻ നേരെ നാട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു ഇസ്രായേൽ ഫ്രണ്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന്. അപ്പോൾ അന്ന് എനിക്ക് ലിഫ്റ്റ് തന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ഇസ്രായേലിയാരി, ഒരു ജൂയിഷ് പെൺകുട്ടി. അപ്പോൾ അവൾ കേരളത്തിൽ വരാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ഇന്ന് രാത്രി എത്തുമ്പോൾ അവൾ എത്തും. പക്ഷേ ഇപ്പോൾ വയറിളക്കം പിടിച്ച് മണാലിയിൽ കിടക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. ഡൗൺ 1 10 100 1000 10000 ലക്ഷം 2,62,000 ഡോങ്ങിൻ്റെ ക്യാപ്പാണ് ഈ കാണുന്നത്. സോ എക്സ്പെൻസീവ്, വെരി വെരി എക്സ്പെൻസീവ്. ഞാൻ വാങ്ങും. യു വാണ്ട് 2 നോട്ട് ഓർ 1 നോട്ട്? വിച്ച് വൺ യു വാണ്ട്? ഓ ദാറ്റ്സ് ഓൾ. ഓക്കെ. എന്നാലും 2,62,000 പോയി. നമുക്ക് ഡോളറിനാണെങ്കിൽ $10 കൊടുക്കണം. $10. ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. ഞാനങ്ങനെ എൻ്റെ തൊപ്പി വാങ്ങിച്ചു. ഇവിടെ ഞാനിവിടെ വിയറ്റ്നാം കാണാൻ വേണ്ടി വന്ന മലയാളികൾ, ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഈ തൊപ്പി, എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓ നിങ്ങളെന്താ വാങ്ങാത്തെ? ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലേ. ഇത് വാങ്ങിച്ചോ? അതല്ല, വേറെ ടൈപ്പ്. മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ, അതാണ്. ഓ സോറി പൊളിറ്റിക്കൽ വേണ്ട. എന്തുണ്ട് വിശേഷം? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിയറ്റ്നാം ട്രിപ്പ്? അടിപൊളി. എന്താ പേര്? ഷെയ്ഖ് മുഹമ്മദ്. സുബീൻ അഹമ്മദ്. അൻവർ. സനീഫ് സൈഫ്. മാജിദ്. റോന ഞാൻ കുറേ നാൾക്ക് മുന്നേ എവിടെയാ ചെയ്യേണ്ടത്? പോണ്ടിച്ചേരി അല്ലല്ലോ, CSEMൻ്റെ ഇവിടെ ഊട്ടിയിൽ വെച്ച് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരനെ. മസാജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റാണ്. എനിക്ക് കുറച്ച് കമ്പനിയെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഇനിയിപ്പം കുഴപ്പമില്ല. ഇനിയിപ്പോൾ മലേഷ്യ പോയാലും എനിക്ക് ഇതൊന്നും വേറെ ചെക്കിനും കാര്യങ്ങളൊന്നുമില്ല. നേരെ ബോർഡിംഗ് ഗേറ്റിലോട്ടാണ്. അതുകൊണ്ട് ബാഗ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ മണിക്കൂർ നിന്നിട്ട് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ലേറ്റായി. അവരെല്ലാവരും എന്താണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും കാണണം. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. നമ്മൾ സെയിം ഫ്ലൈറ്റ് ആണ്. കോലാലംപൂരിൽ പോയിട്ട് ഒരു 4-5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. ഇതാ നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഫില്ലായി കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റാണ്. കുറേ നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ബോർഡിങ് കഴിഞ്ഞിട്ടും അവർ പയ്യെ നോക്കിയാണ് കയറ്റുന്നതെന്ന് തോന്നുന്നു. എയർ ഏഷ്യയിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. എയർ ഏഷ്യയിൽ ഭക്ഷണവും ഒന്നുമില്ല, അവസ്ഥയായിട്ടിരിക്കണം കേട്ടോ. ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, സാധാ നോർമൽ എക്കണോമി ഫ്ലൈറ്റ്. എനിക്ക് തന്നത് ഏറ്റവും അവസാനത്തെ സീറ്റ് കേട്ടോ. 31ാമത് ഏറ്റവും അവസാനം ആ ഭാഗത്തുള്ള സീറ്റാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ അവസാനത്തെ സീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ആൾക്കാരെല്ലാം എന്നെ തന്നെ നോക്കുന്നു തോന്നുന്നു. ഈ തൊപ്പി ഉണ്ടോണ്ടാണോ? ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി തൊപ്പി. എന്താ പട്ടാളക്കാരൻ? അങ്ങനെ നാട്ടിലോട്ട് പോവാണ്. സൂപ്പർ എക്സൈറ്റഡ്. അവസാനം നമ്മുടെ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ നാട്ടിലോട്ടാണ്. ഇനി ഒരു 4 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാം, ഒരു സ്ഥലത്തും പോവാതെ ഇവിടെ ഇരിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ മലേഷ്യയിൽ വിസ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് വിസ ഇല്ലാതെ തന്നെ നമുക്ക് പൈസയൊന്നും കൊടുക്കാതെ ഇവിടെ ഇറങ്ങാം. എന്നിട്ട് വേണമെങ്കിൽ അടുത്ത വല്ലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വന്ന് എയർപോർട്ടിൽ തിരിച്ച് വീണ്ടും വന്ന് കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ് കയറാവുന്നതാണ്. 2 ഓപ്ഷനുണ്ട് ആക്ച്വലി. നമ്മളങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അടുത്ത നമ്മുടെ ചെക്കിങ് കൗണ്ടറിലോട്ട് പോവാണ്. ഞാൻ നൂഡിൽസ്, ഇവരെല്ലാം നൂഡിൽസ് വാങ്ങിച്ചു, എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാനിത് കുടിച്ചില്ല കേട്ടോ, അല്ല കഴിച്ചില്ല. ഞാൻ ഒളിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നോക്കട്ടെ, ചിലപ്പോൾ ഇവർ കയറ്റൂല കേട്ടോ. അങ്ങനെ അവസാനം നമ്മുടെ കൊച്ചിയിലോട്ടുള്ള വിമാനം ബോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് തുറന്നു. ഓൾറെഡി കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. ട്രെയിനിൻ്റെ അകത്ത്
ഇവരാണ് കേട്ടോ എൻ്റെ കമ്പനി. താങ്ക്സ് ഫോർ ദ ടൈം. താങ്ക് യു ഫോർ ഗിവിങ് മീ അക്കമ്പനി മീ ഇൻ ദിസ് ജേണി. ഓക്കെ. ഒരു ഓസ്ട്രേലിയൻ ബ്രോയും കൂടെ ഉണ്ട്. എന്തുണ്ട്, സുഖമല്ലേ? എവിടെയാണ് സ്ഥലം? ഞാൻ കൊച്ചി കളമശ്ശേരി. കൊച്ചി കളമശ്ശേരി. ഓസ്ട്രേലിയ എന്ത് ചെയ്യുക? ഓസ്ട്രേലിയയിൽ എന്ത് ചെയ്യുക? ബിസിനസ് അനലിറ്റിക്സ് പഠിക്കുക. ഓക്കെ ഓക്കെ. എന്നിട്ട് ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ബിസിനസ് മാൻ ആവണം. ഓസ്ട്രിയ പറഞ്ഞ് എൻ്റെ വായിലിപ്പോൾ ഓസ്ട്രേലിയ വരുന്നില്ല. സാധാരണ ആളുകളുടെ മൈൻഡിൽ ഏറ്റവും വരുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രിയ പറയാൻ പറ്റൂല, പക്ഷെ എൻ്റെ മൈൻഡിൽ തിരിച്ചാണ് കേട്ടോ. ഓസ്ട്രിയ പറഞ്ഞ് ഓസ്ട്രേലിയ വരുന്നില്ല. താങ്ക് യു. യെസ്, ഫൈനലി ഇനി 4 മണിക്കൂർ ജേണി. നേരെ താണ്ടേ AK0031 L4 ആണ് നമ്മുടെ ഗേറ്റ്. ഞാൻ നേരെ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ വെച്ച് കാണാം കേട്ടോ. കൊച്ചി വെച്ച് കാണാം. ഞാൻ എനിക്ക് കിട്ടിയത് ഏറ്റവും പുറകിലെ സീറ്റ് കേട്ടോ. നേരത്തെ ഫ്ലൈറ്റിലെ ഏറ്റവും പുറകിലെ സീറ്റ്. നമുക്ക് തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇവർക്ക് ഇത് വെച്ചിട്ട് പുറകിലോട്ടെങ്കിലും വരാം. നമുക്കതും പറ്റൂല കേട്ടോ. എൻ്റെ റീഫണ്ട് എനിക്ക് വേണം. വിശന്ന പോലെ തന്നെ ഞാൻ അവസാനം ഒരു ബുക്കാറ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ബുക്കാറ ചിക്കൻ ബിരിയാണി. 500 ரூபாய் வரை அபராதம் விதிக்கப்படும். அன்புள்ள விருந்தினர்களே, இது ஒரு முக்கியமான அறிவிப்பு. இந்திய மத்திய கலால் மற்றும் சுங்க சுற்றறிக்கை எண் 60 கீழ் 2016 சுங்கத்துறை டிசம்பர் 30 2016 தேதியிட்டது. நவம்பர் 9 2016 முதல் டிசம்பர் 30 2016 வரை வெளிநாட்டில் இருந்த இந்தியாவில் வசிக்காத இந்திய குடிமகன்கள் மற்றும் இந்தியாவில் வசிக்கும் இந்திய குடிமகன்கள் சுங்கத்துறை கவுண்டரில் மொத்த மதிப்பை 25,000 ரூபாய் வரை குறிப்பிட்டுள்ள தங்கள் வங்கி நோட்டுகள் அல்லது பழைய 100 ரூபாய் மற்றும் 500 ரூபாய் நோட்டுகள் பற்றி தெரிவிக்க வேண்டும். இவற்றில் ஏதேனும் சிரமம் ஏற்பட்டால் കേരളത്തിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഈ ഫ്ലൈറ്റിലുള്ളത് ഫുള്ള് മലയാളികളാണ്. ഇവിടെ അവർ ഇൻസ്ട്രക്ഷൻ തരുന്നത് ഫുള്ള് തമിഴ് ലാംഗ്വേജിലാണ് കേട്ടോ. ഫുള്ള് തമിഴ് ലാംഗ്വേജിലാണ്. കാരണം കുറേയൊക്കെ ഇവർ പ്രീ റെക്കോർഡായിട്ട് ഇട്ടേക്കും കേട്ടോ. പിന്നെ മലേഷ്യയിലൊക്കെ ധാരാളം തമിഴ് ഇന്ത്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊന്ന് അവർക്ക് വേണ്ടി പ്രീ റെക്കോർഡായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻ ഇട്ടേക്കും. അത് അവർ ആക്ച്വലി പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിലും തമിഴിലുമാണ് കേട്ടോ പറയുന്നത്. ആക്ച്വലി മലയാളത്തിലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവസാനം നമ്മുടെ കേരളത്തിൽ ലാൻഡായിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എമിഗ്രേഷനിലോട്ട് ഓടുവാണ്. കാരണം ചിലപ്പം എമിഗ്രേഷനിൽ ചെക്കിങ് വരും കേട്ടോ. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് എനിക്ക് ട്രെയിൻ എടുത്ത് നാട്ടിലോട്ട് പോകണം. ഇപ്രാവശ്യം കുറച്ചും കൂടെ ഈസി ആയിരുന്നു കേട്ടോ. അവർ വന്നു നോക്കി. പിന്നെ അതിൻ്റെ വേറൊരു ഓഫീസർ വന്നു. ഈസി ആയിരുന്നു. അവർ എപ്പോഴും ആക്ച്വലി എപ്പം ഞാൻ ഇന്ത്യയിലെത്തിയാലും അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു സംഗതിയുണ്ട്. പിന്നെ അവർ ക്ലിയർ ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. വേറൊരു പ്രശ്നമില്ല. അവസാനം കസ്റ്റംസ് എല്ലാം കഴിഞ്ഞു. കസ്റ്റംസിൽ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്തു കേട്ടോ. ഇവരെ കണ്ടപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി കേട്ടോ. ഇവരെ കണ്ടപ്പോൾ ഞാൻ മാനിയായിട്ടങ്ങ് പോയേനെ. ഇവരെ കണ്ടുകൊണ്ട് എൻ്റെ ബാഗ് കൂടെ ചെക്ക് ചെയ്യിപ്പിച്ചു. ബ്രോ ആണ് കേട്ടോ ഇവരെ പിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എനിക്കിവിടെ ലിഫ്റ്റ് വന്നു. ബ്രോ പേര് പറ. മുനീർ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ.
ഇവർക്ക് കുഴിമന്തി കഴിക്കണമെന്ന്, തായ്ലൻഡിൽ നിന്ന് നൂഡിൽസ് മതിയായി കുഴിമന്തി കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ കണ്ട ഒരു സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകും. ഞാൻ ടിക്കറ്റ് നോക്കി പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ട്രെയിൻ അത് ഡിസപ്പിയർ ആയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പം ടിക്കറ്റ് കാണണം, ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പ്ലാനാണ്. അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ബാക്ക് ടു കേരള. അങ്ങനെ നമ്മുടെ മന്തി കഴിക്കാൻ നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി അല്ലേ? അവരിപ്പോഴാണ് കേട്ടോ ഹാപ്പി ആയത് ഇപ്പോഴാണ്, മന്തി കണ്ടപ്പോഴാണ് കേട്ടോ. കിട്ടിയപ്പോൾ ഹാപ്പി ആയത്. രക്ഷയില്ല. എനിക്ക് മന്തി എപ്പോഴും മന്തി തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും ഇനി ഭക്ഷണം കഴിക്കട്ടെ. എൻ്റെ ക്യാപ്പാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഈ ട്രിപ്പിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത്. ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചു കേട്ടോ, ഈ ഒരു ചട്ടി ഹെൽമെറ്റായിട്ട് ഉപയോഗിക്കാൻ സാധനം. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഫുള്ള് മഴ. നാട്ടിൽ വന്ന ഉടനെ ഫുള്ള് മഴ കേട്ടോ. ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റൊന്നുമില്ല, ഞാൻ ലോക്കൽ എടുത്തിട്ടാണ് പോകുന്നത്. നല്ല മഴയും തുടങ്ങി കേട്ടോ. ഗുരുവായൂർ വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ട്രെയിനിൽ ആക്ച്വലി സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സീറ്റ് കിടച്ചു. 100 രൂപയാണ് കൂടുതൽ കൊടുത്തു. ഇത് ആക്ച്വലി എനിക്ക് ഒക്കെ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് കേട്ടോ. പൊട്ടിപ്പോയി കേട്ടോ ഇപ്പോൾ. ഫൈനലി നമ്മുടെ തിരുവനന്തപുരത്തോട്ട് വന്നു. ഇനി നേരെ ബസ് എടുത്ത് വീട്ടിലോട്ട്. ഇപ്പോൾ സത്യത്തിൽ എവിടെ പോയിട്ട് വന്നല്ല കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം കാണാത്തവർക്ക് വേണ്ടി ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ബസ് സ്റ്റേഷനും. ആ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഹോം എപ്പോഴും ഹോമാണ് കേട്ടോ. വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം നഗരം എത്തിയപ്പോൾ ആക്ച്വലി ഭയങ്കര ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നഗരമാണ് കേട്ടോ. ഞാൻ ഇനി നേരെ ബസ് കയറി വീട്ടിലോട്ട് പോവാം. ഞാനങ്ങനെ നടന്നൊരു 1.5 കിലോമീറ്റർ നടന്ന് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അമ്മ രാവിലെ എണീറ്റാണ് കേട്ടോ. മാ 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 എന്തുണ്ട് വിശേഷം? വീഡിയോ എടുക്കുന്നു വായിനെ. വീഡിയോ ഒന്നുമല്ല. വെള്ളിയാഴ്ച സലാം പറഞ്ഞു കയറാം. അസ്സലാമലൈക്കും. വെള്ളിയാഴ്ച ഇതിന്റെ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഗസ്റ്റ് എൻ്റെ ഒരു ഇസ്രായേലി ഫ്രണ്ട് വരാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഗസ്റ്റ്. എനിക്ക് മുമ്പ് ലിഫ്റ്റ് തന്നൊരു ആളാണ് കേട്ടോ. ഇസ്രായേലിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചപ്പോൾ എവിടെ മയറിളക്കം പിടിച്ച് മണാലി കിടക്കുന്നു. ഫ്ലൈറ്റ് മിസ്സായി. ഡൽഹിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഡൽഹിയിൽ നിന്ന് കൊച്ചി. എൻ്റെ സെയിം അവിടെ ഒന്നത്തിൽ ഒരുമിച്ച് വരാനുള്ളതായിരുന്നു. മുമ്പ് ഓർമ്മ ഉണ്ടോ? ഞാൻ ഇസ്രായേലിൽ ഒരു ദിവസം പോയപ്പോൾ ലിഫ്റ്റ് അടിച്ച് ഒരു വണ്ടി കയറി, കാറിൽ ഒരു പെണ്ണ്. പ്രായം ചെന്നല്ല, ഇത് വേറെ ഒരു തൊപ്പി എങ്ങനെയുണ്ട്? വിയറ്റ്നാം പട്ടാളം പറഞ്ഞത്. അവള് വരുമെങ്കിൽ ഞാൻ വിചാരിച്ച് അവിടെ ജൂതപ്പള്ളിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട്, അവള് ജൂതല്ലേ, യഹൂദരല്ലേ, അങ്ങനെ പോയിട്ട് വരാന്ന് വിചാരിച്ചു. പട്ടാഞ്ചേരിയിലെ പള്ളിയിൽ അവൾക്ക് വിസ കിട്ടിയില്ലല്ലോ. അല്ലല്ല, അവൾക്ക് വരാൻ പറ്റില്ല. അന്നേ വരേണ്ടല്ലേ എന്നാ മാഷിന്റെ കല്യാണത്തിന്. ഉമ്മ വിചാരിച്ച് എമ്മിക്കുട്ടിയാണ് വരുന്നതെന്ന് കേട്ടോ. എമ്മിക്കുട്ടിക്ക് പാവം, എമ്മിക്കുട്ടിക്ക് വരാൻ വേണ്ടി മുട്ടിയിരിക്കുവാണ്. അവൾക്ക് പറഞ്ഞത് ഭയങ്കര ആഗ്രഹം. അവൾക്ക് വിസ കിട്ടുന്നില്ല. ഇനി പോയി ഒന്ന് കുളിക്കട്ടെ, വൃത്തിയാവട്ടെ. അസ്സലാമലൈക്കും. വെള്ളിയാഴ്ച ഇന്നത്തെ കല്യാണ എപ്പിസോഡ് തുടങ്ങുവാണ്. അതായത് എൻ്റെ ഫാദറിന്റെ വാപ്പാടെ സഹോദരിയുടെ മകന്റെ കല്യാണം കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാൻ അവസാനം വിയറ്റ്നാമിൽ നിന്ന് നാട്ടിലോട്ട് വന്നത്. അങ്ങനെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതെന്റെ അളിയൻ, ഇത് ഞാൻ. നമ്മുടെ ഔട്ട്ഫിറ്റ് ഈ കാണുന്നതാണ് കേട്ടോ. ലാസ്റ്റ് അളിയന് മാത്രം ഈ ഡ്രസ്സ് വാങ്ങാനായിട്ട് പറ്റിയില്ല. ലാസ്റ്റ് നമുക്കത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വരൻ പോകുന്നത് ആ വണ്ടിയിലാണ്. വരനെ ആ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം തിരക്കായിരുന്നു കേട്ടോ. തിരക്കായതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു, കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്രാവശ്യമെങ്കിലും നല്ലതുപോലെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ തൽക്കാലം അതൊന്നും നടന്നില്ല. നമുക്ക് ബാക്കി ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ കല്യാണത്തിന്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കല്യാണ വ്ളോഗ് നല്ലപോലെ ആക്കാം. പക്ഷേ ഇപ്രാവശ്യം ഗസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം വേറെ അതിഥികളൊന്നും, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം എന്താ പറയാ,
തൽക്കാലം ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം. നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈവന്റ് കാര്യങ്ങളെല്ലാം വരൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വരന്റെ പരിപാടി എന്ന് പറയുന്നത് തന്നെ ഈവന്റ് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് പിന്നെ വേറെ നമുക്ക് ഈവന്റ് മാനേജ്മെന്റിന് ആളെ വിളിക്കേണ്ടി വന്നില്ല. സ്റ്റേജ് കാര്യങ്ങളെല്ലാം നമ്മളെ വരൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വരന് ഇതാണ് നമ്മുടെ പെൺ ടീം കേട്ടോ, നമ്മുടെ കസിൻസ്. ഇതൊക്കെ കാത്ത് അളയന്മാരെല്ലാം കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളെ വരവേൽക്കാനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഈവന്റിന് അറബിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അറബി ഒട്ടകവും ബി മാധവൻ നായരെ. എന്റെ അമ്മോ, ഇവിടെ വേറെ ഡാൻസും പരിപാടി കണ്ടോ. കൊണ്ടുവരാൻ വേണ്ടി മാലാകമാരൊക്കെ ഉണ്ടല്ലോ. പെണ്ണ് വരാൻ വേണ്ടി അവിടെ റെഡി ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഡ്രീം ക്യാച്ചർ ഇവന്റിന്റെ കച്ചവടം കൂടും കേട്ടോ. തൽസിറക്ക മുതലാളി കല്യാണം കഴിക്കുകയാണ് കേട്ടോ. ഇവന്റിന്റെ മുതലാളിയാണ് കല്യാണം കഴിക്കുന്നത്. ചെറുക്കനും പെണ്ണും വന്നു. ഇനി നമ്മൾ കല്യാണം ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പള്ളി വെച്ച് ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞു. എന്തൊരു സാധനമല്ലേ അത്. അടിപൊളി കേട്ടോ. കല്യാണത്തിന്റെ മറ്റൊരു വലിയൊരു ഉദാഹരണമാണ്. പെണ്ണും ചെക്കനും കല്യാണം കഴിക്കുന്നതെന്ന് കാത്തിരിക്കൂല, നേരെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടും കേട്ടോ. അല്ലേ ആണോ അല്ലേ? ബ്രോ ആണ് കേട്ടോ ഫോട്ടോഗ്രാഫർ. മലപ്പുറത്തുനിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞ കറക്റ്റാണോ അല്ലേ? നമ്മുടെ താലി കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ. കല്യാണം മെയിൻ പരിപാടി ഇതാണ് കേട്ടോ. അതായത് കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ താലി കെട്ടുന്ന പ്രധാന പരിപാടിയാണ്. ആ പരിപാടിയാണ് കേട്ടോ. ആരുമില്ല കേട്ടോ, എല്ലാവരും ഭക്ഷണശാലയിലാണ്. അല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ. ഇനി എന്താവോ, അതാണ് കേട്ടോ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇനി എന്താവോ. അവിടെ പാല് കൊടുത്തു. പാലിന് പകരം സ്വർണം കൊടുക്കുന്നു അമ്മാവിക്ക്. സ്വർണ്ണമാണ് കേട്ടോ മെയിൻ. അടുത്ത സ്വർണം. അവസാനം ഹാരവും ഇട്ട് കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ ഇടയിൽ വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നു കേട്ടോ. ഇനി അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എനിക്കൊരു ഫ്രീ ആയിട്ട് ലവ് ബൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ പാർട്ടി പോപ്പറിൽ നിന്ന് ലവ് ബൈറ്റ് ഒക്കെ കിട്ടി കേട്ടോ. തളർന്നു. ബ്രോ ഒരു ഹായ് പറ. ബ്രോന്റെ പേരെന്താ? അസ്ലം. ബ്രോന്റെ വക എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കാണും അല്ലേ? നമ്മുടെ ഡ്രീം ക്യാച്ചറുമായിട്ട് കൊളാബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം റീൽ കാണും. ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ്റെ കമ്പനിയുടെ പേരാണ് കേട്ടോ. ഈവെന്റിൻ്റെ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ബ്രോ എനിക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ കാണുമല്ലോ. എവിടെ സ്ഥലം? മലപ്പുറം. ഇതെന്റെ മാമ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. മാമ സൊല്ലുങ്ക്.
எப்படி இருக்கு? சொல்லுங்க, நல்லா இருக்கா? சொல்லுங்க, தமிழில் ஒரு பேசு. അവസാനം പെണ്ണിന്റെയും ചെറുക്കൻ്റെയും ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടി. ഇതാണ് മാമാരെ പൊണ്ടാട്ടി. അവിടെ ഇതാണ് കേട്ടോ നമ്മുടെ മാമാരെ പൊണ്ടാട്ടിയാണ്. എപ്പടി ഇருக்கு? മാമി മലയാളിയാണ് കേട്ടോ. മാമിക്ക് വീഡിയോയിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്ഥിരം വന്നതാണ്. അവസാനം നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ റിസപ്ഷനാണ്. റിസപ്ഷന്റെ നമ്മുടെ ഇതാണ് വധു വരനും വധുവും പിന്നെ ഞാനും. ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലി ഫുള്ള് കോസ്റ്റ്യൂം. ഇതാണ് കേട്ടോ നമ്മുടെ കോസ്റ്റ്യൂം. ഞാൻ അടിച്ചു മുടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സന്ന നമ്മുടെ വധു വരൻ എല്ലാരും. ഇതാണ് ഒലിവിയ മേക്കപ്പ്. ഒലിവ് മേക്കപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു ഒലിവ് മേക്കപ്പ്, എന്റെ മുടി ചെയ്ത് തന്നതിന്. എന്റെ മുടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. രാവിലെ പോയിട്ട് ഇറങ്ങാൻ സമയമായി, ഞാൻ ഇറങ്ങട്ടോ കേട്ടോ. നമ്മുടെ റിസപ്ഷൻ ഡേയുടെ നമ്മുടെ ഒരു വെന്യൂ ഈ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷൻ ഡേയുടേത്. ഇവിടെ ദാണ്ടെ നമുക്ക് ഭക്ഷണങ്ങൾ ഇവിടെ ദാണ്ടെ സർവ് ചെയ്യുന്നു. ഭക്ഷണങ്ങൾ ആളുകളൊക്കെ കഴിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രീം ക്യാച്ചർ സർവീസ്. ബാബുജി ഡ്രീം ക്യാച്ചർ ഹായ് ഇതിന് കഴിച്ചോണ്ടിരിക്കണ. ഇതാണ് കേട്ടോ ഇതാണ് എൻ്റെ ഉമ്മ, നമ്മുടെ കസിൻസ്, നമ്മൾ ഫാമിലി എല്ലാവരും ദാണ്ടെ ഈ ഡ്രസ്സാണ് കേട്ടോ. ഫാമിലി എല്ലാവരും ഈ കളർ. അതുകൊണ്ട് നമ്മുടെ ഫാമിലി പെട്ട അല്ല കേട്ടോ. അതുകൊണ്ടാണ് ദാണ്ടെ ഈ കളർ. അതുകൊണ്ടാണ് കേട്ടോ വേറെ കളറ്. ഫൗസി പറ. ഫൗസി ഇത് ഫൗസി. ഓ മൈ ഗോഡ്, മാമിയെ കാണാൻ സാധിച്ചില്ല. മാമിയെ വീഡിയോ കാണിച്ചില്ലെങ്കിൽ ഇടി കിട്ടും. കാണാൻ വേണ്ടിട്ട് വേണ്ട, ഒരാളുണ്ട്. എന്നീ ആരും കാണണ്ട. മാമാ சொல்லுங்க. സൗഖ്യം താനേ? பேசுங்க. വായ് തുറന്ന് പേസുങ്ക. പിന്നെ അവിടെ നമുക്ക് തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ചായക്കട ഉണ്ട്, നാടൻ തട്ടുകട. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. മൂത്ത മാമി കേട്ടോ, ഇതാണ് മൂത്ത മാമി. മാമി എന്തുണ്ട് വിശേഷം? മാമിക്ക് വീഡിയോയിൽ വരണ്ടാന്ന്. എൻ്റെ കുറേ മാമിമാരുണ്ട് കേട്ടോ. ഈ കളറിട്ട് നടക്കുന്ന എല്ലാം എൻ്റെ മാമിമാരാണ്. നമുക്ക് രാത്രി ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതാണ്ട് ഇതെല്ലാം. എവിടെ ഗോപ്രോ? പോപ്പറാണ് കേട്ടോ. അവിടെ പോപ്പർ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മുടെ എൻട്രൻസ് അവരിവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാവും കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് ഭാഗം. സബ്സ്ക്രൈബറേ, വീഡിയോ കാണുമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. വീഡിയോ കാണോ? കൊള്ളാമോ? അവസാനം കലാശക്കൊട്ടും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കപ്പിൾസിനെ ഞാൻ നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. 800-ൽ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സുഹാന കൊള്ളായിരുന്നോ കല്യാണം? കൽസീറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിച്ചല്ലേ? ഈവന്റെ കളറാക്കി കേട്ടോ. കളറായി ഇതാണ്ട് ഇവിടെ ചോപ്പൊക്കെ വന്നു. ആൾക്കാർ വിചാരിച്ചു ആരോ ലവ് ആ സാധനം ലവ് ബൈറ്റ് തന്നു കേട്ടോ. ലവ് ബൈറ്റ് അല്ലായിരുന്നു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് നമ്മള് പെണ്ണിനെയും ചെറുക്കണേയും പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. രാത്രി 10 മണിയാവാറായി. പെണ്ണിന്റെ വീട്ടുകാർ കാത്തിരിക്കണമായിരിക്കും കേട്ടോ. നമ്മൾ ഇത്രയും നേരം പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ അവരെ വെച്ചോണ്ടിരുന്നു. ഇനിയെങ്കിലും നമ്മള് അവരെ ഒന്ന് വീട്ടിൽ പോയി കൊണ്ടാക്കട്ടെ. അപ്പോൾ കാണാം. പറ്റില്ലത്രേ. നമ്മള് കല്യാണം കഴിഞ്ഞ ഇവിടെ മോത്തടികളാ. ചെറുക്കനെയും പെണ്ണിനെയും നമ്മള് അവരുടെ പെണ്ണിന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
രാത്രി അങ്ങനെ പെണ്ണിനെയും ചെറുക്കനെയൊക്കെ അവരുടെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടാക്കി. ഇന്ന് രാത്രി അല്ല ഇന്ന് പകല് എന്താ നമ്മൾ പറഞ്ഞതിന്റെ പുറകാ ഇന്ന് നമ്മൾ പകല് ഇനി പെണ്ണിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ അലുവ, പലഹാരങ്ങള്, കൊല അതൊക്കെ ആയിട്ട് അവരുടെ പെണ്ണിന്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ന്യൂമാരാണ് കേട്ടോ പടക്കം പൊട്ടിക്കണത്. ഇപ്പം വിചാരിക്കും എന്റെ വീടല്ലേ. അതെ, എന്റെ വീട്ടിന്റെ അയൽവാസിയാണ് കേട്ടോ എന്റെ കസിനെ കെട്ടണം. നമുക്ക് വീട്ടിൽ നിന്ന് ആക്ച്വലി കൊണ്ടുപോകണം കേട്ടോ കല്യാണം പയ്യന് വേണ്ടി. നമ്മുടെ പയ്യന് വേണ്ടി ചിക്കൻ പൊരിച്ചതും പാലാട അല്ലേ മാമി? എന്തൊരു പാലാട എന്തിനാ? പാവാടയല്ല, ചിക്കൻ പൊരിച്ചത് എന്തിനു കൊണ്ടുപോകണം? ട്രഡിഷൻ പാലാടയും നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനത്തെ ട്രഡിഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മണിയറയിൽ വന്നിട്ട് സുഹാന എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? പരിസരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ? അതാണ്ട് പാലാട നമ്മൾ വാരി കൊടുക്കണം കേട്ടോ. അമ്മാതി മരുമോൾക്കില്ലേ? മോന് മാത്രമേ ഉള്ളോ? ഇതാണ് കേട്ടോ ട്രഡിഷൻ. പെണ്ണിനെ ചെറുക്കനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് ഇവിടെ തൻസീർ, സുഹാന ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഇനി രണ്ടുപേരും നടുക്കോട്ടിരി ബെഡിൽ പോയിരി. കൈപിടി റൊമാൻറ്റിക് ആവ്. ഉമ്മോട് കയ്യിലുമ്മോട് പെണ്ണിനെ ചെറുക്കനെ വെച്ചിട്ട് ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കുവാണ് കേട്ടോ. പൊട്ടിയ ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ. വന്ന ആരാണെന്ന് തോന്നാട്ടോ നമ്മുടെ ആഫ്രിക്കൻ ഗിഫ്റ്റ്. അങ്ങനെ കല്യാണമൊക്കെ കയ്യിൽ കിടന്നുറങ്ങി 2-3 ദിവസമായിട്ട് ഉറക്കമില്ലേ. അത് കല്യാണത്തിന്റെ പുറകിൽ കല്യാണം കുറെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കുറെ ദിവസം 2 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ ഫുള്ള് വീഡിയോയിൽ കാണിച്ചില്ല. കുറച്ച് ക്ലിപ്പായിട്ട് എടുത്തത് മാത്രം ഇട്ടതാണ്. വിയറ്റ്നാമിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി വന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ നാളെ ഞാൻ വിടുന്നുണ്ട്. നാളെ ഞാൻ വീണ്ടും ഇന്ത്യ വിടുന്നുണ്ട്. കല്യാണത്തിന് വേണ്ടി വന്നിട്ട് കല്യാണം വിട്ട് പോവാണ്. പിന്നെ ഇന്ത്യ വിട്ടാലും ഇനി ഒരു 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്തൊരു കല്യാണമുണ്ട്. അതിനു വേണ്ടി വരണം. അപ്പൊ ആ കല്യാണം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഞാൻ എന്റെ ലോകയാത്ര ഇങ്ങനെ പോകുന്ന യാത്ര ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും തോന്നരുത്. ഇപ്പോൾ ഉള്ള എന്റെ യാത്രാ സ്റ്റൈലിൽ കുറച്ച് മാറ്റം വന്നത് ഈ കല്യാണവും വരും നാട്ടിലൊക്കെ പോകണമെന്നുള്ള കാരണത്താലാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.